ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ക്ലീൻ വന്നല്ലോ. ഗുഡ് മോർണിംഗ് ചാച്ചാജി. രതീഷിന് എടുക്കാനുള്ള മനക്കട്ടി എനിക്ക് തരണേ. രാവിലെ ശുഭദിനാണല്ലോ. ഈ കാതൽ കൊണ്ടല്ലേ ധനുഷ് എന്തായി കാണിക്കുന്നത്? കീടനാശിനി അടിച്ചല്ലോ. കീടനാശിനിയോ? ബ്രാൻഡഡ് ഐറ്റമാണ്. റോഡ് സൈഡിൽ നിന്ന് 15 രൂപയുടെ ജില്ലാ ലംഘടി ഷഡ്ഡി വാങ്ങിയിടുന്ന നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല രതീഷ്. ഈ മാസത്തെ ചിട്ടി പൈസ ഇതുവരെ കിട്ടിയില്ലേ? അവ ഇതുവരെ മുടക്കിയിട്ടില്ല. അവൻ മുടക്കൂല, കാരണം അവ ഒറ്റത്തടിയാണ്. എനിക്ക് പ്രാരാബ്ദങ്ങളുണ്ട്. ഒരു മാസം കണക്കെല്ലാം കൂടി കൂട്ടി എത്തിക്കണം എങ്ങനെയാന്ന് എനിക്കറിയാം. പ്ലാനിംഗ് ഓഫീസിലാ ജോലി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുത്തന്റെയും ജീവിതത്തിൽ ഒരു പ്ലാനും ഇല്ല. വിനോദിന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങണം, അതല്ലേ നിന്റെ പ്ലാൻ? ആ പ്ലാൻ സക്സസാ. എന്റെ ജീവിതത്തിൽ ഒരു പ്ലാനേ ഉള്ളൂ. ആ പ്ലാൻ എന്തായാലും ഇവിടെ സാങ്ഷൻ ആണെന്ന് വിചാരിക്കണ്ട. മാറില്ല, എനിക്ക് കിട്ടുള്ളൂ. സാറേ ചായ. അമലേ, നമ്മുടെ വിനോദിനോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ. സാറേ ചായ. ഇങ്ങേരു ഡ്യൂട്ടിയിലാണല്ലോ. സാറേ ചായ. സാറേ എ സാറ് വിളിക്കുന്നുണ്ട്. ഓക്കെ. ചായ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. വിനോദേ, നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ കിഴക്കുള്ള വെയിറ്റിംഗ് ഷെഡിന്റെ ഇൻസ്പെക്ഷന് പോകണം. സാർ പൊടിയായിരിക്കും. ചായലല്ല, അവിടെ പൊടിയായിരിക്കും. ഇവരെ പറഞ്ഞു വിട്ടാ പോരെ? അത് പോരെ വിനോദേ, നമ്മുടെ കണ്ണ് ചെല്ലേണ്ടത് നമ്മുടെ കണ്ണ് തന്നെ ചെല്ലണം. നമ്മളൊക്കെ സർക്കാരിന്റെ മക്കളല്ലേ. സാർ, എൻ്റെ അച്ഛൻ്റെ പേര് പ്രശാന്തൻ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സർക്കാരിനല്ല. ഓഹോ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിൽ കയറി തൂങ്ങിക്കൊള്ളണം. മൈ മിസ്റ്റേക്ക്. പോകാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ തന്നെ മനുഷ്യൻ പണി തരാൻ വേണ്ടി. എന്താ ഒന്നുമില്ല സാർ, ഈ ചായയിൽ മുക്കി കഴിക്കാൻ ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചതാ. ഒരുപാട് മുക്കണ്ട. വേണ്ട? ഓക്കെ. നിന്റെ ചേട്ടന്റെ റീൽ വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ദൈവമേ, ലൈക്ക് അടിക്കട്ടെ. നീ മാറ്റിയ ഫോൺ. ദുബായിൽ മര്യാദക്ക് AC മെക്കാനിക്കിന്റെ ജോലി ചെയ്തിരുന്ന ആളാണ്. റീലായിട്ട് ഇപ്പൊ ഇറങ്ങിയൊക്കെയാണ്. ഫോണില്ലെന്ന് തിരിച്ച് വൈറലാവാൻ ഒരു യോഗം വേണേ, അതില്ല അയാൾക്ക്.